പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു. മണിപ്പൂർ സോറസ് വിഷയങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെട്ടു. സിബി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിബി, വലിയ തോതിൽ പ്രക്ഷുബ്ധമാകുന്നുണ്ട്, പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട് ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളിൽ. അതിൽ അദാനി വിഷയമുണ്ട്, മണിപ്പൂരുണ്ട്, സോറസ് അടക്കമുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നും കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ മറുപടി ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകാത്ത സന്ദർഭമാണ് ഉള്ളത്. ഇന്നും പതിവ് കാഴ്ചകളായിരുന്നോ പാർലമെന്റിൽ? കാവ്യ, തീർച്ചയായും ഇന്നും അദാനി വിഷയത്തിലും സോറോസ് വിഷയത്തിലും മണിപ്പൂർ വിഷയത്തിലും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം കൊണ്ടുവന്ന രാജ്യസഭാ ചെയർമാൻ ജഗദീപ് ധൻഖറിനെതിരെ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയ വിഷയത്തിലെല്ലാം തന്നെയും വളരെ വലിയ പ്രക്ഷുബ്ധമാവുന്ന കാഴ്ചയാണ് കണ്ടത്. പ്രത്യേകിച്ച് രാജ്യസഭ ചേർന്ന ഉടൻ തന്നെ ഈ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസ പ്രമേയ നോട്ടീസിൽ രാജ്യസഭാ ചെയർമാനായ ജഗദീപ് ധൻഖറിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതായി പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. അതോടൊപ്പം തന്നെ ഈ ജോർജ് സോറോസ് വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിനെതിരെ ആഞ്ഞടിക്കുകയും കോൺഗ്രസ് ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ JP നദ്ദയ്ക്കും ഇത്തരത്തിൽ ഈ കോൺഗ്രസിനെതിരെ ഈ സോറോസ് വിഷയം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വന്നു. എന്നാൽ പ്രതിപക്ഷത്തിനെ സംസാരിക്കാൻ വേണ്ടി ഇന്നും ജഗദീപ് ധൻഖർ അവസരം നൽകിയില്ല. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് രാജ്യസഭയിൽ ഉണ്ടായത്. ആദ്യം ഒരു തവണ നിർത്തിവെച്ചു, പിന്നീട് രണ്ടാമത് 12 മണിക്ക് വീണ്ടും ചെന്നലും പിന്നീടും ഈ ഒരു പ്രതിഷേധം ശക്തമായോടെ രാജ്യസഭ നാളത്തേക്ക് പിരിയുകയായിരുന്നു. എന്തായാലും അതുപോലെ ലോക്സഭയിലും വളരെ ആദ്യം ചോദ്യോത്തരവേളയെല്ലാം തന്നെയും നടന്നുവെങ്കിലും പിന്നീട് മണിപ്പൂർ വിഷയം ഉയർത്തിക്കൊണ്ട് കോൺഗ്രസിൻ്റെ എംപിയായ ഗൗരവ് ഗൊഗോയ് രംഗത്തെത്തുകയും മണിപ്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെയും സന്ദർശിക്കാൻ തയ്യാറായില്ല, മാത്രമല്ല അവിടെ ഇപ്പോഴും സംഘർഷം അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വിമർശിച്ചപ്പോൾ ആ സമയത്ത് സോറോസ് വിഷയം ഉയർത്തിക്കൊണ്ട് BJP രംഗത്ത് വരികയും പിന്നെ ലോക്സഭ വലിയ തോതിൽ പാർലമെന്റിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ലോക്സഭ 2 മണിവരെ നിർത്തിവെച്ചു. രാജ്യസഭ നാളത്തേക്ക് പിരിഞ്ഞു. വിവരങ്ങളാണ് സിബി നൽകിയത്.